ഇന്ന് നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? നമ്മുടെ കഥയുടെ പേര് രാജാവിന്റെ സ്വപ്നം. വിജയനഗര സാമ്രാജ്യത്തിലെ ചക്രവർത്തിയായിരുന്നു കൃഷ്ണദേവരായർ. മഹാരാജാവ് രാത്രിയിൽ കിടന്നുറങ്ങിയ സമയത്ത് അതിമനോഹരമായൊരു സ്വപ്നം കണ്ടു. അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന സ്ഫടികം കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ മുത്തൊക്കെ പിടിപ്പിച്ച ഒരു മണിമാളിക. കണ്ണഞ്ചിക്കുന്ന പ്രകാശമുള്ള ആ മണിമാളികയെക്കുറിച്ച് ഓർത്ത് നേരം പുലർന്നിട്ട് പോലും രാജാവിന് അതീവ സന്തോഷമായിരുന്നു. അതുകൊണ്ട് തന്നെ രാജസഭയിൽ വന്നിട്ടും ഈ സ്വപ്നത്തിന്റെ കാര്യം സഭാംഗങ്ങളോടും നമ്മുടെ മഹാരാജാവ് പറഞ്ഞു. ഞാൻ ഇന്നലെ കണ്ട സ്വപ്നത്തിൽ അതിമനോഹരമായൊരു മണിമാളിക നിറച്ച് മുത്തുകൾ പിടിപ്പിച്ചിരിക്കുന്നു. നിറച്ച് ആ മുത്തുകളുടെ പ്രകാശം കണ്ണഞ്ചുന്ന പ്രകാശമാണ്. അതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന മണിമാളികയാ. കഥകളൊക്കെ നമ്മുടെ സഭാംഗങ്ങളൊക്കെ കേട്ടു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ മഹാരാജാവ് പറയുകയാണ്, നമുക്കും വേണം അതുപോലൊരു മണിമാളിക. നിങ്ങൾ അത്തരത്തിലൊരു മണിമാളിക നിർമ്മിക്കുന്ന ശില്പിയെ കണ്ടെത്തണം. എന്നിട്ട് ഇതുപോലെ ഒരു മണിമാളിക നമുക്കും പണിയണം. സഭയിലുള്ള ആളുകളൊക്കെ അമ്പരന്നുപോയി. അതായത് സ്വപ്നത്തിൽ കണ്ട മണിമാളിക, അന്തരീക്ഷത്തിൽ പൊങ്ങി നിൽക്കുന്ന മണിമാളിക, അതും സ്ഫടികം കൊണ്ട് നിർമ്മിച്ച മണിമാളിക എങ്ങനെ നിർമ്മിക്കാനാണ്? അത്തരത്തിലുള്ള ഒരു ശില്പിയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ സഭയിലുള്ള ആളുകൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അതിലൊരാൾ പറഞ്ഞു, നമുക്ക് തെന്നാലി രാമനോടൊന്ന് ചോദിച്ചു നോക്കാം. ഒരു പക്ഷേ തെന്നാലി രാമന് നമ്മളെ സഹായിക്കാൻ കഴിയുമായിരിക്കും. അങ്ങനെ സഭാംഗങ്ങൾ എല്ലാവരും കൂടി നമ്മുടെ തെന്നാലി രാമനെ പോയി കാണുകയാണ്. തെന്നാലി രാമനോട് രാജാവ് കണ്ട സ്വപ്നത്തിന്റെ കഥ പറഞ്ഞു അവര്. തെന്നാലി രാമൻ അല്പം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച നിങ്ങൾ എനിക്ക് സമയം തരൂ. ഞാന് ഇതിനൊരു പരിഹാരം എന്തായാലും കാണാം. സമാധാനമായിട്ട് പൊക്കും. നമ്മുടെ മഹാരാജാവ് എല്ലാ ദിവസവും സഭയിൽ ചോദിക്കും, ശില്പിയെ കിട്ടിയോ? നമ്മുടെ മണിമാളിക പണിയുന്ന ശില്പിയെ കിട്ടിയോ? എന്തായാലും ഒരാഴ്ച അങ്ങനെ അങ്ങ് കടന്നുപോയി. ഒരു ദിവസം രാജ്യസഭയിലേക്ക് വൃദ്ധനായ ഒരു ആൾ കടന്നു വന്നു. വടിയൊക്കെ കുത്തിപ്പിടിച്ച് താടിയും മുടിയൊക്കെ നരച്ച് വളരെ വയസ്സ് ചെന്ന ഒരു ആള് രാജ്യസഭയിലേക്ക് കടന്നു വന്നു. മഹാരാജാവിനെ മുഖം കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മഹാരാജാവേ, ഞാൻ അങ്ങയോട് ഒരു സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. മഹാരാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത് മഹാരാജാവേ, ഞാൻ പറയുന്ന കാര്യത്തിന് അങ്ങ് മുഖം നോക്കാതെ നടപടിയെടുക്കും എന്ന് ഉറപ്പ് തന്നാൽ മാത്രമേ ഞാൻ എന്റെ സങ്കടം അങ്ങയോട് പറയുകയുള്ളൂ. അതിനെന്താ, നിങ്ങൾ പറയുന്ന കാര്യം ന്യായമായൊരു കാര്യമാണെങ്കിൽ ഞാൻ മുഖം നോക്കാതെ തന്നെ അതിന് പരിഹാരം കണ്ടിരിക്കും. മഹാരാജാവേ, എന്റെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു. മഹാരാജാവ് ചോദിച്ചു, സമ്പത്ത് ഈ രാജ്യത്തോ? അതിനുള്ള ധൈര്യം ആർക്കാ ഉള്ളത്? അത്തരത്തിലൊരു ഇത് ചെയ്തത് ആരാണ്? നമ്മുടെ വൃദ്ധൻ പറഞ്ഞു, അത് അങ്ങാണ് എന്റെ സമ്പത്തെല്ലാം കൊള്ളയടിച്ചത്. മഹാരാജാവ് ഞെട്ടിപ്പോയി. നിങ്ങൾ എന്ത് അസംബന്ധമായി പറയുന്നത്? ഞാൻ നിങ്ങളുടെ സമ്പത്ത് കൊള്ളയടിച്ചുവെന്നു? അതേ മഹാരാജൻ, ഇന്നലെ രാത്രിയിൽ ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അങ്ങയുടെ കുറെ പടന്മാരുമായി വന്ന് എന്റെ സമ്പത്തെല്ലാം കൊള്ളയടിച്ചു എന്ന് ഞാൻ സ്വപ്നം കണ്ടു മഹാരാജൻ. മഹാരാജാവ് അങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇതാണോ, ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ പറയുന്നേ? സ്വപ്നവും യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നേ? നിങ്ങൾ ഈ പറയുന്ന കഥ കേട്ടിട്ട് എനിക്ക് ശിക്ഷിക്കാൻ കഴിയുമോ? അതിലെ കുറ്റവാളി ഞാനല്ലേ, എന്നെ ശിക്ഷിക്കാൻ കഴിയുമോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങക്ക് സ്വപ്നത്തിൽ കണ്ട മണിമാളിക തീർക്കാൻ കഴിയുമെങ്കിൽ സ്വപ്നത്തിൽ എന്റെ സമ്പത്ത് മോഷ്ടിച്ച അങ്ങയെയും ശിക്ഷിക്കാൻ കഴിയില്ലേ മഹാരാജൻ? ഇത് കേട്ടപ്പോഴാണ് രാജാവിന് തന്റെ തെറ്റു മനസ്സിലായത്. താൻ സ്വപ്നത്തിൽ കണ്ട മണിമാളിക നിർമ്മിക്കാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം രാജാവിനെ ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു രീതി ഈ വൃദ്ധൻ സ്വീകരിച്ചത്. എന്തായാലും സഭാവാസികളെല്ലാം ഈ പറഞ്ഞത് കേട്ടൊന്ന് അമ്പരന്നു. തന്റെ താടിയും മുടിയും എല്ലാം
എടുത്തു മാറ്റിയപ്പോഴേക്കും എല്ലാവരും വൃത്തൻ താടി മുടിയെല്ലാം എടുത്ത് മാറ്റിയപ്പോഴേക്കും എല്ലാവരും ഒച്ച വിളിച്ചു പറഞ്ഞു, തെന്നാലി രാമൻ, തെന്നാലി രാമൻ, തെന്നാലി രാമൻ. മഹാരാജാവ് പറഞ്ഞു, മഹാരാജാവിനോട് ആദ്യം തെന്നാലി രാമൻ പറയുകയാണ്, മഹാരാജൻ വൃത്തന്റെ വേഷത്തിൽ വന്ന് അങ്ങേ പറ്റിച്ചതിന് എന്നോട് ക്ഷമിക്കണം. ഉടനെ മഹാരാജാവ് പറയുകയാണ്, ഞാൻ പ്രത്യേകിച്ച് തെറ്റൊന്നും തെന്നാലി രാമൻ ചെയ്തിട്ടില്ല കേട്ടോ. എന്റെ തെറ്റ് തെന്നാലി രാമൻ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ തെറ്റ് തിരിച്ചറിയുന്നു. ഇത് കേട്ട സഭാവാസികളെല്ലാം വളരെയധികം സന്തോഷത്തോടുകൂടി തെന്നാലി രാമനെ അഭിനന്ദിക്കുകയാണ്. ധാരാളം തെന്നാലി രാമൻ കഥകൾ നമുക്ക് വായിക്കുവാനുണ്ട്, നമുക്കൊപ്പം പങ്കുവയ്ക്കാം. നിങ്ങളും കിട്ടുന്നിടത്തു നിന്നൊക്കെ തെന്നാലി രാമൻ കഥകൾ വായിക്കണം. താങ്ക് യു. നന്ദി എല്ലാവർക്കും.